പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴുണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ നന്മകളും നേരുന്നു. പുതിയ ഒത്തിരി ആൾക്കാർ വരട്ടെ. ഉപേനി ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സിനിമ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ നിന്ന് മാറിയൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നേരെ ജോമന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ സിനിമ ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ചങ്ക് എന്റെ അളിയൻ ആൻസനെ വിളിക്കുന്നു. അപ്പൊ അളിയൻ ചെയ്യാന്ന് പറയുന്നു. സ്മിൽ ചേച്ചി വിളിക്കുന്നു. സ്മിൽ ചേച്ചി ചെയ്യാന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ആ സമയത്തേക്ക് ഷായി സാറ് എൻ്റർ ചെയ്തു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. അതിനുശേഷം കുറച്ച് എന്താ പറയുക, ഈ സിനിമയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിൻ്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. നമസ്കാരം. ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ്. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വപ്നം കണ്ടവരെ ഞാൻ സ്വപ്നം കണ്ടു. ഒരുപാട് തേപ്പ് വേണ്ടിയ ആളാണ് ഞാൻ. പക്ഷെ ഇനി തേക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. ഗോസ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പേരിനകത്ത് ഒതുങ്ങിപ്പോയ ആളാണ് ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എൻ്റെതായ എഴുത്തുകളിലൂടെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് ശുക്രൻ എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മോശം സമയം ഉണ്ടാവും. ആ മോശം സമയം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു നല്ല സമയം വരും. അതിന് നമ്മൾ പറയുന്നത് ശുക്രൻ എന്ന് പറയും. സിനിമ റിലീസായതിനു ശേഷം ഒരു വേദി കിട്ടുന്ന ഇപ്പോഴാണ്. ഇതുപോലൊരു മോനെ തന്നതിന് താങ്ക്സ് കേട്ടോ. ഡയറക്ടറായിട്ട് അനുഭവ നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. അത് ഇപ്പം പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫുൾ ഈ ടീമിന്, ക്രൂവിന് ഓൾ ദി ബെസ്റ്റ്. വലിയ ഹിറ്റാകട്ടെ. ബിവിനെ അടുത്ത പടം നമ്മൾ ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പം ആദ്യം ഡ്രാക്കുള എന്നാണ് പേര് പറയുന്നത്. ഡ്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത്. എന്നെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വിനയ സാർ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം. എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കുള ആക്കിയ ആളാണ് വിനയ സാർ. കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്നെ ഒരിക്കൽ ഡ്രാക്കുള സുധീർ എന്ന് അറിയപ്പെടുമ്പോൾ ഞാൻ പോ സാറേ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് സാറിൻ്റെ വാക്കുകൾ ഒന്നായി. ഇന്ന് എല്ലാവരും എന്നെ ഇപ്പോൾ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീർ എന്ന് അടിച്ചു വരുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷം സാർ. എന്നാൽ സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. സാറ് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ സോറി ഫോർ ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് മലയാളം. Ubain, actually the director, recently is introduced to me. The way he is approaching really is very impressive. Recently actually he is introduced to me. I came from Mysore. Myself, I am a producer, director, small director, and I have my own outdoor unit, camera unit, everything for productions. So Ubain really within short time he is very close to me. See, for what extent he is close to me means since morning I started my journey from Mysore. I came here to attend this program. Really I am very much thankful.
സിനിമയുടെ രക്തബന്ധുക്കളെ, ഇന്ന് ഉബേനിയുടെ ദിവസമാണ്. നമ്മൾ വേറൊന്നും തള്ളിയിട്ട് കാര്യമില്ല. ഉബേനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയ് സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ. 19-ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാർമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് വെക്കും, ചിലർ മാസ്ക് വെക്കും. പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. ആദ്യം മുതൽ അവസാനം വരെ നിന്നുകൊണ്ട് ആസ്വദിക്കുകയും ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരാണ് മീഡിയ ടീം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും നന്ദി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നന്ദി പറയുന്നതിനായിട്ട് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സ്റ്റിൽജു അർജുൻ, പ്ലീസ് വെൽക്കം സ്റ്റിൽജു ചേട്ടൻ ഓൺ ടു ദി സ്റ്റേജ്. ഞാൻ സഞ്ജു എടുക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ ഭാഗമാകുന്നതിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സ്നേഹിതൻ സ്റ്റിൽജു അർജുൻ, അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലൂടെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. എന്തായാലും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാഹുലിൻ്റെ ഒപ്പവും ഉബൈനിയുടെ ഒപ്പവും സ്ക്രിപ്റ്റ് കേൾക്കാനിടയായി. അപ്പോൾ ഈ പടം നന്നാവും എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. ഇവിടെ കൂടി എല്ലാവർക്കും 1000 നന്ദി. ഈ ഞങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം മാറി ഈ സിനിമ ഒരു ശുക്രൻ ഞങ്ങൾക്കും ഇതിൽ അഭിനയിക്കുന്നവർക്കും എല്ലാവർക്കും തെളിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. അതിനു മുമ്പ് കൈയടിക്കുന്നത് നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷമെങ്കിലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് 19-ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷേ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്. അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ, കറക്റ്റ്. അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിനി അടുത്തത് അത്ഭുത ദീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമുക്ക് അങ്ങോട്ട് തീർത്തേക്കാം സാറേ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തോർത്ത് വെച്ചിട്ട് പുതച്ച് ഉറപ്പിച്ചേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താ പറയുക ചക്ക വീണ് മൊയിൽ